എൻ്റെ അധ്യാപകരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, എൻ്റെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ചെങ്ങന്നൂർ സെന്റ് ആൻസ് സ്കൂളിൻ്റെ ലൂമിനസ് 2026 ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സമൂഹത്തിന് അനുയോജ്യരായ മക്കളെ വളർത്തിയെടുക്കുന്നതിന് ഈ സരസ്വതി ക്ഷേത്രം എന്നും പ്രതിജ്ഞാബദ്ധരായിരുന്നു. ഇവിടെ സേവനം ചെയ്ത അധ്യാപകരുടെയും ഭരണ സംവിധാനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയുടെയും ലക്ഷ്യബോധത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും തികവിലാണെന്ന് ഈ വിദ്യാലയം അഭിമാനത്തോടെ തലയുയർത്തിയിരിക്കുന്നത്. ഈ വിദ്യാലയത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് കൂടും ഭാവം ചെയ്യാൻ ശ്രമിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബദനി മിഷണറി സന്യാസിനി സമൂഹത്തിന്റെ പത്തനംതിട്ട പ്രോവിൻസിന്റെ അസിസ്റ്റന്റ് പ്രൊഫഷണലായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട സിസ്റ്റർ പുഷ്പയാണ്. ഒരു നല്ല വിദ്യാഭ്യാസ വിചക്ഷയും വിദ്യാഭ്യാസ മേഖലയിൽ തന്റെ ശുശ്രൂഷ വഴിയായി ഒരുപാട് നല്ല സംഭാവനകൾ നൽകി ഞങ്ങളുടെ പല സ്കൂളുകളിലും ഒരു നല്ല അധ്യാപികയായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സെന്റ് ആൻസ് സ്കൂളിലെ ഒരു അധ്യാപികയായിരുന്നു. ധാരാളം തലമുറകളെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും എപ്പോഴും സമയം കണ്ടെത്തി ഇവിടെ വരികയും മാർഗനിർദ്ദേശങ്ങൾ നൽകി എപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റർ ഈ മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിച്ച് സംസാരിക്കുന്നു. സിസ്റ്ററിനെ ഏറ്റവും ആദരവോടെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ചെങ്ങന്നൂർ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ അഡ്വക്കേറ്റ് ശോഭ മതീസാണ്. ഒരു അഭിഭാഷക എന്ന നിലയിൽ സമൂഹത്തിന് നീതിയും ന്യായവും പറഞ്ഞു കൊടുക്കുകയും മാതൃ സേവന രംഗത്തും സാമൂഹിക സേവന രംഗത്തും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിത്വം. ഏതാവശ്യങ്ങളിലും ഓടിയെത്തുകയും സ്നേഹത്തോടും കരുതലോടും എല്ലാവർക്കും സമീപയായ ഒരു വ്യക്തി എന്ന നിലയിലും ഇപ്പോൾ ചെങ്ങന്നൂർ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ തന്റെ തനതായ ശൈലി കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ശോഭമ്മ. ഈ സമ്മേളനത്തിന് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഇവിടെ എത്തിച്ചേരുകയും കൃത്യസമയത്തിന് ഇവിടെ ചേർന്ന് ഈ മീറ്റിംഗിൽ സന്നിഹിതയായിരുന്നു ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശോഭ മതീസിനെ ഏറ്റവും ആദരവോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയിരിക്കുന്ന സിസ്റ്റർ ആത്മജ ഇവിടെ സന്നിഹിതയാണ്. സിസ്റ്ററിനെ സസന്തോഷം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും PTA പ്രസിഡന്റുമായ മിസ്റ്റർ സോബി ചെറുവത്തൂർ ഇവിടെ സന്നിഹിതരാണ്. ഈ സ്കൂളിന്റെ വികസനത്തിന് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എല്ലാ ആവശ്യങ്ങളിലും ഓടിയെത്തുന്ന PTA പ്രസിഡന്റ് മിസ്റ്റർ സോബി ചെറുവത്തൂരിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ഒരു വർഷത്തെ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന മിസ് സുസിന മറിയം ജോണിനെയും ആശംസ അറിയിക്കുന്ന സ്കൂൾ ക്യാപ്റ്റൻ ഹർഷിക ആറിനെയും ഈ സ്കൂളിലെ യോഗ അഭ്യസിപ്പിക്കുന്ന സതീഷ് കുമാർ സാറിനെയും വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാതാപിതാക്കൾ എല്ലായ്പ്പോഴും സെന്റ് ആൻസ് സ്കൂളിന്റെ അഭിമാനമാണ്. നിങ്ങളുടെ കരുതലും പ്രോത്സാഹനമാണ് ഈ വിദ്യാലയത്തെ ഇത്രത്തോളം വളർത്തിയെടുത്തിട്ടുള്ളത്. എല്ലാ മാതാപിതാക്കളെയും ഹൃദയപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അവരുടെ അധ്യാപകരുടെ നന്മയാണ് നമ്മുടെ സ്കൂളിന്റെ പുരോഗതിയും വളർച്ചയും. എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും വളരെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെയൊക്കെ വിജയം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ഇതിനുശേഷം അവരുടെ വിവിധ കലാ അഭിരുചികൾ ഇവിടെ മാറ്റിവെക്കപ്പെടും. പരിശീലനം കൊണ്ടും അവരുടെ കഴിവുകളും സിദ്ധികളും കൊണ്ടും എപ്പോഴും നമ്മുടെ വിദ്യാലയത്തിന് അതിനെ യശസ് ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഏതൊരു കാര്യത്തിനും തയ്യാറെടുപ്പുള്ള ഒരു മനസ്സുള്ളവരാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട്.
അവരുടെ പരിപാടികൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. എല്ലാ പ്രിയ കുഞ്ഞുങ്ങളെയും ഈ മീറ്റിംഗിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്കൂളിലെ സെൻട്രൽ ഹൈസ്കൂളിലെ ടീച്ചിങ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, പൂർവ്വ വിദ്യാർത്ഥികൾ, ഡ്രൈവേഴ്സ്, എല്ലാ അത്ഭുതകാംക്ഷികൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. For the warm welcome speech. Now, I welcome Susan Miss to declare the annual report. Annual Report 2025-2026. We began the academic year on June 2nd, 2025 with Praveshnotsam. That occasion was inaugurated by our headmistress, Reverend Sister Ensina SIC, by lighting the lamp, and Susan teacher delivered the welcome speech. The school is effectively guided by a highly experienced educationalist and leader, Reverend Sister Ensina SIC. The school has flourished in all aspects under Sister's administration, which has nurtured and guided us with love, care and discipline. The school comprises the play class, KG and LP section with a total strength of 284 students, supported by 16 dedicated teachers and 3 supporting staff members who work with complete dedication and commitment. The academic curriculum is thoughtfully designed to ensure the all-round development of students and to instill essential values such as fear of God, love for one another, patriotism, responsibility, discipline, punctuality and cleanliness. The class teachers guide and train students from play class to standard 4 to conduct the school assembly, thereby nurturing their talents and developing essential leadership skills. This practice enables students to build confidence and work towards realizing their full potential in life. In addition, mass drills activities are conducted during General Assembly to promote discipline, coordination and teamwork among students. To ensure academic proficiency among students, regular class tests, midterm examination and terminal examination are conducted and their academic performance is systematically evaluated and communicated to parents on a regular basis. Class PTA meetings are also organized to strengthen parent-teacher collaboration to promote all-over health and enhance students' concentration. Yoga classes are conducted regularly. Our school conducted special assemblies on June 5th, 2025, World Environmental Day, June 19, 2025, National Reading Day, June 26, 2025, Anti-Drug Day. These occasions were observed with significance, highlighting their importance and creating awareness among the students. School Parliament election was conducted on August 8, 2025 for the election of the school captain and vice captain. In the election, Harshika R of class 4A was elected as the school captain and Pujita M. Nair of class 3A was elected as the school vice captain. The students are organized into 3 houses to promote cultural and sport activities, namely Lily House, Dahlia House and Jasmine House. The captains and vice captains of respective houses were elected as follows. Angel Diasinu of class 4A was appointed as the captain of Lily House, with Ishan Jones of class 3B serving as the vice captain. Vaishak S. Sanjay of class 4B was elected as the captain of Dahlia House, with Dan Matthew Georgie of class 3A was the vice captain. And Nivedya V. Nair of class 4B was chosen as the captain of Jasmine House, with Alina Alas serving as the vice captain. As a part of school parliament election, an investiture ceremony was conducted
to formally honor the elected members. The oath of office was administered to the office bearers by our headmistress, Sister Elsina SIC. Color India competition was conducted in August as a part of Independence Day celebration. On this occasion, prizes were awarded to the winners for their outstanding performance. In the KG section, first prize was awarded to Aditi PK of LKG B. In the LP section, first prize was secured by Rudra Rajiv of class 4A. A grade was awarded to Veda Rajesh of class 1A and Devananda Anish of class 3A for their commendable performance. The Mother Talent exam was conducted in October 2025, in which the majority of our students secured A+ and A grade. Among them, 17 students were awarded cash prize in recognition for their outstanding performance. Various programs were conducted to enhance students' artistic skill. Students who demonstrated exceptional performance were provided with the opportunity to participate in Sub-District Kalotsavam. In 2025 Sub-District Kalotsavam, our school secured the second overall position with a total point of 59 points. The winners are Abhinay Ganam English with first A grade, Jewel Mary Chijo of class 2B. Abhinay Ganam Malayalam with third A grade, Aisha Tajuddin of class 1A. Padyam Challal Arabic, A grade, Hawla Hashim of class 4B. Chitra Rachana Pencil, A grade, Harshika R of class 4A. Chitra Rachana Jalachayam, A grade, Chinmay Rajesh of class 4B. Maplapat, A grade, Muhammad Farhan of class 3A. Mono Act, A grade, Angel Diasinu of class 4A. Kada Kadanam, A grade, Aisha Tajuddin of class 1A. Padyam Challal Kannada, A grade, Angel Diasinu of class 4A. Padyam Challal English, A grade, Angel Diasinu of class 4A. Nadodi Nuttam, B grade, Rudra Rajiv of class 4A. Sangaganam, B grade, participants are Alina Grace Biju, 3B, Rudra Rajiv, 4A, Hanna P. Sarjan, 4A, Angel Mary Ribu, 4B, Olivia Saji, 4B, Devananda Anish, 3A, and Pujita M. Nair, 3A. Deshabhakti Ganam, B grade, participants are Alina Alex, 3B, Navami Krishna MS, 3A, Elga Sunil, 4A, Nanma Mariam Mobat, 4A, Sia Mariam Jacob, 4A, Devananda Anish, 3A, and Pujita M. Nair, 3A. We extend our heartfelt congratulations to students who have won the prizes and express our sincere appreciation to the parents for their encouragement and support to their wards. Important occasions such as Onam, Teachers' Day, Gandhi Jayanti, Children's Day and Christmas were celebrated with due significance. In addition to the recreation of the students, one-day picnic was organized to Green Valley Park, Adur. With the aim of nurturing students' sporting skill, various sports and games competition was organized in November and the prizes were distributed to the winners during the school assembly. We thank Reverend Sister Pushpa SIC, Provincial Councillor, Bethany Provincial House, Pathanamthitta, and our local manager, Sister Elsina SIC, and other sisters who have encouraged us in the day-to-day administration of the school. Above all, I thank our gracious and compassionate Heavenly God, the Father, and our Heavenly Patron, Saint Anna, for the divine help to submit this report. God bless you all. Good day. Prize-giving item of Sub-District Kalotsavam, action song Malayalam by Aisha Tajuddin of class 1A. Namaskaram. ഞാനിന്ന് പാടാൻ പോകുന്ന ഈ പാട്ടിന്റെ പേരാണ് കൊതി. സ്വപ്നം കേട്ടാൽ ആർക്കാണ് കൊതി വരാത്തത്? എല്ലാവർക്കും ഇഷ്ടമല്ലേ
പുഴയ്ക്കൽ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി. അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്തു കലക്കിയിട്ട് ചുടു പറഞ്ഞു മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. അയ്യട്ട അയ്യ നെയ്യപ്പം വട്ടം വട്ടം നെയ്യപ്പം മധുരയും നെയ്യപ്പം മധുര ചക്കര നെയ്യപ്പം. വായിൽ വെള്ളത്തിറങ്ങിയപ്പോൾ ഉള്ളിലൊരശമെടുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. ഇത് കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്കൊരു ദേഷ്യം വന്നു പെട്ടെന്ന്. ആര് പറഞ്ഞു മൂപ്പീനെ കയ്യിലെടുക്കാൻ രണ്ടപ്പം? അമ്പടി കൊതിയെത്തി കുമ്പപോലെ കിട്ടുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം. വശി പിടിച്ചു അപ്പൂപ്പൻ. തീപ്പുകേറ്റത് ഞാനല്ലേ, അപ്പം ചുട്ടത് ഞാനല്ലേ, എനിക്ക് വേണം രണ്ടപ്പം. വശി പിടിച്ചു അപ്പൂപ്പൻ. ഇരുവരും അങ്ങനെ വാശിയിലായി. വാശി മൂട്ടി കടിപിടിയായി. അമ്മൂമ്മയ്ക്കൊരു കടി കിട്ടി, അപ്പൂപ്പന് തൊഴി കിട്ടി. അതിശം മനുഷ്യം കൊണ്ടപ്പോൾ അടിപിടി ഇടിപിടി മൂത്തപ്പോൾ നല്ലൊരു പോവഴി കണ്ടെത്തി വില്ലൻ നമ്മുടെ അപ്പൂപ്പൻ. ഇത്തിരി നേരം രണ്ടാക്കും കുത്തിയിരിക്കാം മിണ്ടാതെ. ആദ്യം വിന്റെ അരച്ചപ്പം മെച്ചയാക്കോ രണ്ടപ്പം. രണ്ടുപേർക്കും സമ്മതമായി. അങ്ങനെ തർക്കം തെന്നിതയായി. അപ്പം കുട്ടയിലാക്കിയിട്ട് അമ്മേ മുറിയിൽ വെച്ചിട്ട് വീട്ടുവരാതെ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. പെട്ടെന്നുള്ളിലടുക്കളയിൽ കടുകുന്നു എന്നൊരു ഒച്ച കേട്ടു. മ്യാവ് മ്യാവ് വിളി കേട്ടു. അയ്യോ പൂച്ച ചതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മൂമ്മ. അയ്യേ വണ്ടി തോറ്റല്ലോ. തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഓടിച്ചാടി ചെന്നപ്പോൾ കുട്ടമറിഞ്ഞു കിടപ്പുണ്ടേ, കുട്ടയൊഴിഞ്ഞു കിടപ്പുണ്ടേ. ഉണ്ടക്കണ്ണു ഇടിച്ചിട്ട് ചുണ്ടും നക്കിയുണങ്ങിട്ട് ജനലും ചാടി ഉണങ്ങി പോയി. പള്ളിപ്പൂച്ച കരിപ്പൂച്ച ഒഴിഞ്ഞു കുട്ടയെ നോക്കിയിട്ട് ഒട്ടിയ വയറും തടവിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും പായച്ചു കിടപ്പാനായി. നന്ദി, നമസ്കാരം. Now I invite Sister Pushpa Isaiti, Provincial Councillor, Bethany Provincial House, Pathanamthitta, for the presidential address. St. Anne's LP സ്കൂളിൻ്റെ ആനിവേഴ്സറി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമതി അഡ്വക്കേറ്റ് ശോഭ വർഗീസ്, ഈ സ്കൂളിൻ്റെ എച്ച്എം സിസ്റ്റർ എൽസീന, ഹൈസ്കൂൾ എച്ച്എം സിസ്റ്റർ ആത്മജ, സ്കൂൾ PTA പ്രസിഡന്റ് മിസ്റ്റർ സോബു, ഈ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഈ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്ന് നമുക്ക് ഒരു സുദിനമാണ്. ഈ സെയിന്റ് ആൻസ് സ്കൂള് ഒരു മുത്തശ്ശിയാണ്. ഈ നാടിൻ്റെ തിലകക്കുറിയാണ്. അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച വിദ്യാലയം, അറിവിൻ്റെ അഗ്നി പകർത്തിയ വിദ്യാലയം, നമുക്ക് കിട്ടിയ അറിവിൻ്റെ കനൽ ഊതിക്കത്തിച്ച് അതിനെ പ്രയോജനപ്പെടുത്താം. An anniversary is a time to celebrate,
joys of today, the memories of yesterday, and the hopes of tomorrow. A school anniversary is often a time to learn more about and celebrate the building founders and signatories. ഏവരും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കുന്നതിന് പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷം. വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ മാനസിക, ശാരീരിക, ആധ്യാത്മിക വളർച്ചയാണ്. സമഗ്ര വളർച്ചയാണ് ഇതിൻ്റെ ഉദ്ദേശം. നമുക്കേവർക്കും ആഗ്രഹമുള്ളത് എൻ്റെ കുഞ്ഞിനെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർക്കുക എന്നുള്ളതാണ്. അവിടെ നിന്നും എൻ്റെ കുഞ്ഞ് വിദ്യ മാത്രമല്ല ആർജിച്ചെടുക്കുന്നത്, എൻ്റെ വീടിനും എൻ്റെ നാടിനും എൻ്റെ സമൂഹത്തിനും അഭിമാനമുള്ള ഒരു കുഞ്ഞായിട്ട് വളർന്നു വരണം. അവനെന്നും ഒരു പ്രകാശമായി മാറണം. ഇതാണ് ഓരോരുത്തരുടെയും ആഗ്രഹം. മാതാപിതാക്കൾ പറയും, എനിക്ക് ലഭിക്കാതെ പോയ ഈ ഭാഗ്യം എൻ്റെ കുഞ്ഞിന് ലഭിക്കണം. എത്ര കഷ്ടപ്പാട് സഹിച്ചും എത്ര സമ്പത്ത് നോക്കാതെയും നമ്മൾ ഏറ്റവും നല്ല സ്കൂളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കും, കഷ്ടപ്പെട്ട് പഠിപ്പിക്കും. അവരുടെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നമ്മൾ അവരുടെ ഭാവിയെ സ്വപ്നം കണ്ടിരിക്കും. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാം സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വപ്നം കാണണം, നാളെക്കുറിച്ചുള്ള സ്വപ്നം കാണണം എല്ലാവരും. മാതാപിതാക്കൾക്കൊരു സ്വപ്നമുണ്ട്, അധ്യാപകർക്കൊരു സ്വപ്നമുണ്ട്, കുഞ്ഞുങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്വപ്നമുണ്ട്. ഞാൻ ആരായിത്തീരണം, എനിക്ക് എന്തായി മാറണം. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ വേദിയാണ് വിദ്യാഭ്യാസം. ഈ കലാലയത്തിലായിരുന്നുകൊണ്ട് നിങ്ങൾ ഇന്ന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവില്, മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ വളർത്തുവാൻ സഹായിക്കണം. വിദ്യാർത്ഥിയായിരിക്കുന്ന കുട്ടികളും മാതാപിതാക്കളും അവരുടെ സഹോദരങ്ങളും ടീച്ചേഴ്സും അവരുടെ മുതിർന്ന എല്ലാവരും, അവരിടപെടുന്ന എല്ലാവരും ഇതിന് തക്ക ഒരു സാഹചര്യം ഒരുക്കി ഇവരെ മൂല്യബോധമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്തി വലുതാക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കുഞ്ഞുങ്ങള് എനിക്ക് പഠിച്ചു മിടുക്കിയാകണമെന്നും ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുള്ള സ്റ്റെപ്സ് എടുക്കണം, പഠിക്കണം. നന്നായി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ട് സ്വന്തമാക്കി അത് ഹൃദയസ്ഥമാക്കണം, അത് പ്രാവർത്തികമാക്കണം. അതുപോലെ തന്നെ അധ്യാപകര് കൂർത്തുമൂർത്ത ഭാവങ്ങളെ ചെത്തിമിനുക്കി മൈക്കിൾ ആഞ്ചലോ മാലാഖയെ ഉണ്ടാക്കിയതുപോലെ പാറക്കഷണങ്ങളിൽ നിന്ന് മാലാഖയെ ഉണ്ടാക്കാൻ സാധിക്കണം. നല്ല ശില്പങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. അതിന് ചിലതെല്ലാം ചെത്തിമിനുക്കണം, വെട്ടിയൊരുക്കണം. അതിന് ചില പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല മാലാഖമാരായി ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വലുതാണ്.
ഹാപ്പി ആനിവേഴ്സറി ടു ടീച്ചേഴ്സ്. അവരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ പരിചരിച്ച് ഈ കുഞ്ഞുങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തി വളർത്തി വലുതാക്കി ഈ സ്കൂളിനും നാടിനും വീടിനും അഭിമാനമുള്ള ഭാചനങ്ങളാക്കി വളർത്തിയെടുത്ത് മാറ്റുന്ന വലിയ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യാപകർ. ആ അധ്യാപകരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും ഒക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇന്ന് അതൊക്കെ അന്യം നിൽക്കുന്ന ഒരു കാലമാണ്. അത് പാടില്ല. എന്നെ പഠിപ്പിച്ച് വലുതാക്കിയ, ആദ്യ അക്ഷരം കുറിച്ച് തന്ന, എന്നെ അറിവിന്റെ മേഖലയിലേക്ക് വളർത്തിയ, എന്നെ സ്റ്റേജിലേക്ക് നിർത്താൻ പഠിപ്പിച്ച, എനിക്ക് വാക്കുകൾ പറഞ്ഞു തന്ന, എന്നോട് ക്ഷമിച്ച, എന്നോട് കരുണ കാണിച്ച എൻ്റെ അധ്യാപകരെ ഞാൻ ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് അവരിഷ്ടപ്പെട്ടതുപോലെ ഉള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ വളർന്ന് വലുതാകണം. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങള് മിടുക്കരാണ്. ഇന്നത്തെ കാലത്തിൻ്റെ അറിവനുസരിച്ച് അവർ ബഹുമിടുക്കരാണ്. ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാം, സ്റ്റേജ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ അവർ അനൗൺസ് ചെയ്യുന്നതും പറയുന്നതും അവരുടെ തന്മയത്വവും ഒക്കെ കാണാം. അതിൻ്റെ പിന്നില് ഒത്തിരി പ്രയത്നങ്ങളുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടും എനിക്ക് പറയാനുണ്ട്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നാൽ അവരെ കേൾക്കണം, അവരുടെ ചോദ്യങ്ങൾ ചോദിക്കണം, വിശേഷങ്ങൾ അന്വേഷിക്കണം. കുഞ്ഞുങ്ങളെ അല്പസമയം പ്രകൃതിയോട് കളിക്കാനും ഇണങ്ങിച്ചേരാനും, ചെടികൾ നടാനും, മണ്ണിനോടും പ്രകൃതിയോടും ഇണങ്ങിച്ചേരുന്ന കുഞ്ഞുങ്ങളാക്കിയൊക്കെ അവരെ വളർത്തണം. എപ്പോഴും പഠിക്കെന്ന് പറയരുത്. എപ്പോഴും പഠിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മനസ്സിനൊരു സ്വാതന്ത്ര്യമില്ല. ആ കുഞ്ഞുങ്ങള് പഠിപ്പ് വെറുക്കും. അങ്ങനെ വെറുക്കാതെ കുറച്ച് സമയം കളിക്കാനും, കുറച്ച് സമയം പൂക്കളൊക്കെ കാണാനും, പ്രകൃതിയോട് ആസ്വദിക്കാനും, അവർക്ക് കൂടെ കളിക്കാനാണില്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ കളിക്കണം. അവരുടെ മനസ്സൊക്കെ ഉല്ലാസഭരിതമാക്കണം. ഒരു കുഞ്ഞ് ടീച്ചർ നിങ്ങൾ ആരായിത്തീരണമെന്ന് ആഗ്രഹിച്ച് ഓരോ കുട്ടിയെ കൊണ്ടും എഴുതിപ്പിച്ചു ബുക്കിൽ. ഓരോരുത്തരും എനിക്ക് എഞ്ചിനീയർ ആകണം, എനിക്ക് പൈലറ്റ് ആകണം, എനിക്ക് ഡോക്ടർ ആകണം, ഇങ്ങനെ പോയി ഒത്തിരി പേര് ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതി. ആ ക്ലാസ്സിൽ ടീച്ചർ ഈ ബുക്കൊക്കെ വാങ്ങിച്ചു നോക്കി, സന്തോഷമായി. പക്ഷെ ഒരു ബുക്കിൽ ഒരു കുഞ്ഞ് എഴുതി, എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി. ആ കുഞ്ഞിനെ വിളിച്ചു ടീച്ചർ. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത്, എൻ്റെ പപ്പായ്ക്കും എൻ്റെ അമ്മയ്ക്കും ആർക്കും എൻ്റെ വീട്ടിൽ സമയമില്ല, എന്നെ കേൾക്കാൻ സമയമില്ല, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നേരമില്ല, എന്നെ അഭിനന്ദിക്കാറില്ല, എൻ്റെ കരച്ചിൽ കാണാൻ അവർക്ക് കണ്ണില്ല, അവരെപ്പോഴും ഈ മൊബൈലിൽ തോണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എഴുതിയതാണ് ടീച്ചറെ, എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി. കാരണം എന്നെ എടുക്കും കൈകളിൽ, എന്നെ തലോടും, എന്നെ കേൾക്കും. ഇതൊക്കെ ഒരു കുഞ്ഞിൻ്റെ നൊമ്പരം വാക്കുകളാണ്. അതുകൊണ്ട് മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അവരെ ഒരിക്കലും അവരുടെ ക്ലാസ്സിലെ കുട്ടികളുമായിട്ടോ നമ്മുടെ അയൽപ്പക്കത്തുള്ള കുട്ടികളുമായിട്ടോ കമ്പാരിസൺ ചെയ്ത് സംസാരിക്കരുത്. ഒരിക്കലും 50-ൽ 48 മാർക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞിനോട് ചോദിക്കരുത്, എവിടെ പോയടാ 2 മാർക്ക് ചോദിക്കരുത്. മോനെ 48 മാർക്ക് കിട്ടിയല്ലോ, നീ മിടുക്കനാണ്, നീ മിടുക്കിയാണ്, അടുത്ത പ്രാവശ്യം നമുക്ക് അതിൽ കൂടുതൽ വാങ്ങിക്കാൻ പരിശ്രമിക്കാം. ഇത് താഴോട്ട് പോകാതെ നമുക്ക് കൂടുതൽ പഠിക്കണം. ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളോട് പറയുന്നത്. അവരെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്
രൂപീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ കുഞ്ഞുങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ ശീലിക്കേണ്ടത്. 5 വയസ്സിന് ആകുമ്പോഴത്തേന്, അല്ലെങ്കിൽ അതിൽ 1ാം ക്ലാസ് തൊട്ട് നേഴ്സറി തൊട്ട് ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ബുദ്ധിയും അവരുടെ പ്രകൃതങ്ങളും അവരുടെ ശീലങ്ങളും ഒക്കെ ആർജിച്ചെടുക്കുന്ന വളരുന്ന ഒരു പ്രായം. അപ്പോൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് തന്നെ കാണണം. അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പക്വതയിൽ അവരെ വളർത്തണം. അവർക്ക് കൊടുക്കേണ്ട തിരുത്തലുകൾ അപ്പോഴപ്പോൾ കൊടുക്കണം. അവർക്ക് ശിക്ഷയായിട്ട് തോന്നാതെ ശിക്ഷണമായിട്ട് തോന്നണം. ഇതൊക്കെ അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പ്രക്രിയ നമ്മുടെ വീടും നമ്മുടെ സ്കൂളും നമ്മളായിരിക്കുന്ന പരിസരങ്ങളൊക്കെ ഇതിന് ബാധ്യസ്ഥരാണ്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അത്താഴം കഴിക്കുന്നത് ഒരു മേശയിൽ ഒന്നിച്ചിരുന്നായിരിക്കണം. ടിവിയുടെ മുമ്പിലായിരിക്കരുത് എന്ന് പറയുന്നത് ക്ലാസ്സിലെ കാര്യങ്ങളും ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങളും കൂട്ടുകാരുടെ കാര്യങ്ങളും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്തമാനം പറഞ്ഞ് ഷെയർ ചെയ്ത് സന്തോഷത്തോടെ ആഹരിക്കണം. അല്ലാതെ ടിവിയുടെ മുമ്പിൽ പോയിരുന്ന ഒരു പാത്രം പിടിച്ച് ഇത് വെട്ടിവിഴുകുന്ന മനുഷ്യരായിട്ട് മാറരുത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കൊടുക്കുന്ന അവസരത്തിൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളും അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കണം. കുഞ്ഞുങ്ങളോട് പഠിക്കുന്നു പറഞ്ഞിട്ട് പോയി സീരിയലും ടിവിയും സിനിമയും ഒന്നും കാണരുത്. കുഞ്ഞിൻ്റെ ശ്രദ്ധ മുഴുവൻ ആ ടിവിയിലാണ്. അപ്പോൾ TV ഓഫ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളോട് പഠിക്കാൻ പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ അടുക്കൽ ചെന്നിരുന്ന് അവരുടെ ബുക്കൊക്കെ നോക്കി അവരെ പഠിപ്പിക്കണം. അങ്ങനെ അവരെ ഹോംവർക്ക് ചെയ്യാനൊക്കെ അങ്ങനെയാണ് പഠിത്തത്തോട് ഇഷ്ടം വരിക. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം തോന്നുന്ന വ്യക്തികളാക്കി മാറ്റണം. വലിയ പഠിപ്പിനേക്കാൾ നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളാക്കി വളർത്തണം. കൂടെയുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ. ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് കാണണം. അവൻ ആ കുഞ്ഞിനെ സഹായിക്കാൻ പറയണം. ആ കുഞ്ഞിനെ സഹായിക്കണം. ഒരാൾക്ക് ഒരു ദിവസം ഒരു പേന കൊണ്ടുവന്നില്ല, ആരെങ്കിലും ഒരു പേന തരാമോ എന്ന് ചോദിച്ചാൽ 2 പേനയുള്ളവരെ കൊടുക്കണം. അങ്ങനെ കൂടെയുള്ളവരെ അവരുടെ സഹായങ്ങൾ ആവശ്യമുള്ളിടത്ത് സഹായിക്കാനും അവരെ സ്നേഹിക്കാനും എല്ലാവരെയും തങ്ങളുടെ സ്നേഹവലയത്തിൽ ഉൾപ്പെടുത്താനും ആരോടും പകയില്ലാതെ സ്നേഹത്തോടെ കരുതലോടെ സ്നേഹിക്കാൻ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കള് പരസ്പരം സ്നേഹിക്കണം, ബഹുമാനത്തോടെ സംസാരിക്കണം. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് വഴക്കിടുകയോ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയോ കുറ്റം പറയുകയോ ഒന്നും അരുത്. അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ അധ്യാപകരും മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ഒരുങ്ങണം. അതിനായിട്ട് പ്രയത്നിക്കണം. അവരോട് സ്നേഹവും കരുണയും കാണിക്കാൻ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പഠിപ്പിക്കണം. വീട്ടിൽ സഹായത്തിന് വരുന്നവരെ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാൻ ഈ കുഞ്ഞുങ്ങളെ തന്നെ നിയോഗിക്കണം. അങ്ങനെ അവരില് ഒരു സഹായ അനുഭൂതി, ഒരു മറ്റുള്ളവരെ കരുതാൻ, സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ ഉള്ള ഒരു മനോഭാവം വളരും. നാളെയുടെ പ്രതീക്ഷകളാണ് കുഞ്ഞുങ്ങള്. നാളെയുടെ പുതിയ വഴികൾ ഈ കുഞ്ഞുങ്ങളെ വെട്ടി തുറക്കും. അബ്ദുൽ കലാമിനെ പോലെ മിടുക്കത്തികളും മിടുക്കന്മാരുമായിട്ട് മാറും. ഇന്ത്യയുടെ തന്നെ നേതാക്കളായിട്ട് മാറും. ഇന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങള് നമുക്കൊരു അഭിമാനമാണ്. അങ്ങനെ എല്ലാ തരത്തിലും സർവശക്തനായ ദൈവം കുഞ്ഞുങ്ങളെ വളർത്തട്ടെ. ഈശ്വര അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളായിട്ട് ഇവരെ വളർത്തണം. ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമല്ല,
ഭൗതിക നേട്ടങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു നെട്ടോട്ടമല്ല നമ്മുടെ ജീവിതം. ഒരു കൊച്ചു ജീവിതമാണ് നമുക്കുള്ളത്. ആ ജീവിതം സന്തോഷമായിരിക്കണം, സൗഹാർദ്ദമായിരിക്കണം. നമ്മൾ സത്യവും നീതിയും പാലിക്കുന്ന മനുഷ്യരായിരിക്കണം. ദൈവത്തെ മറക്കാതെ, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട്, ദൈവം കാണിച്ചു തരുന്ന വഴികളിൽ മുന്നോട്ട് പോകാൻ ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം. ഇന്ന് മദ്യവും മയക്കുമരുന്നും കുഞ്ഞുങ്ങളെ കടാതെ ആകർഷിക്കുന്ന ഒരു കാലം. അപ്പോൾ അവയൊക്കെയും തെറ്റുകളാണെന്നും മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു വലിയ ചുമതല നമുക്കുണ്ട്. തെറ്റിനെ തെറ്റെന്ന് കാണാനും നല്ലതിനെ നന്മയെന്ന് കാണാനും അവയെ മുറുകെ പിടിക്കുവാനും നല്ല വഴിയെ പോകാനും ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ ചരിക്കുവാനുമൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ വിദ്യാലയത്തിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചേർത്തതിനും നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സഹകരണത്തിനും ഇവിടെ ആയിരിക്കുന്ന അധ്യാപകര് രാപകലില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന നിങ്ങളുടെ ത്യാഗത്തെയും എല്ലാം കണ്ടുകൊണ്ട് നിങ്ങളെ ഏവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും ഒക്കെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് അതൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ വിദ്യാലയത്തിൽ വിടുന്നതോടുകൂടി 2 പൈസ കൊടുത്ത് എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കുന്നു എന്നുള്ളതിനേക്കാൾ നല്ല സ്വഭാവമുള്ള ഒരു കുഞ്ഞായിട്ട്, ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു കുഞ്ഞായിട്ട്, ഈ ഫോർമേഷനിലൂടെ നടക്കേണ്ടത് ട്രാൻസ്ഫോർമേഷനാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കുഞ്ഞായിട്ട് നമ്മുടെ വീടിൻ്റെ അഭിമാനമായി, നമ്മുടെ നാടിൻ്റെ അഭിമാനമായി ഓരോ കുഞ്ഞും വളരട്ടെ, രാഷ്ട്രത്തിൻ്റെ വലിയ വലിയ നേതാക്കളായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സ്കൂൾ ആനിവേഴ്സറിയിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sister, for your kind words. Next is a Malayalam recitation by Pujita and Nair. സുഗതകുമാരി ടീച്ചറിന്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കൊച്ചു കവിതയാണ് ഒരു പാട്ട് പിന്നെയും. ഒരു ചെറുകളിൽ നിന്നും മറ്റേ ചെറുകിന്റെ താളത്തിൽ പാടിക്കൊണ്ടിരുന്ന കാട്ടുപക്ഷി കവിയല്ലാതെ മറ്റാരാണ്? ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഒരു പാട്ടു പിന്നെയും പാടി
ബഹുമാനപ്പെട്ട പുഷ്പ SIC സ്വാഗതം ആശംസിച്ച ഹെഡ് മിസ്റ്റർ, അതേപോലെ തന്നെ ഹൈസ്കൂൾ മിസ്റ്റസ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരുന്നു ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ എല്ലാമായ സോബി ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, അതേപോലെ തന്നെ ഞങ്ങളുടെ പേരൻസ്, കൊച്ചു കുഞ്ഞുങ്ങളെ വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. കാരണം തൻ്റെ മക്കളുടെ കലാപരിപാടികൾ കാണാൻ വന്ന് കാത്തിരിക്കുന്ന പേരൻസിൻ്റെ അടുത്ത് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ പറയാൻ വന്നതല്ല, ഞാനിപ്പോൾ പറയാമായിരുന്നു. സിസ്റ്റർ ഇവിടെ പറഞ്ഞു തീർത്തു. എങ്കിലും 1-2 കാര്യങ്ങൾ പറയട്ടെ. 50 വർഷം കഴിഞ്ഞ ഒരു പേരൻ്റെ ഒരു ഗ്രാൻഡ് മദർ ഇവിടെ ഇരിപ്പുണ്ട്. 50 വർഷം ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് 50 വർഷമായി. സാലിമാമ 50 വർഷം കഴിഞ്ഞ ഒരു പേരൻ്റാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളിലോട്ട് വിടുമ്പോൾ ആ സ്കൂളിൽ നിന്ന് എന്തെല്ലാം അവർ പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചാണ് സ്കൂളിലോട്ട് വിടുന്നത്. അപ്പോൾ ചെറുപ്പം മുതൽ ഇവിടെ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കലാപരിപാടികൾ കാണുമ്പോൾ ഞങ്ങൾ ഒക്കെ നോക്കി. ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വാർഡിലെ കൗൺസിലറായിരുന്നു. വീടിനടുത്തുള്ള സ്കൂളുമാണ്. പലപ്പോഴും നമ്മൾ നോക്കി കാണുന്നതാണ്. കുട്ടികളുടെ കലാപരിപാടികൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ അവർ സാധിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനത്തിൻ്റെ കഥയുണ്ട്. ടീച്ചേഴ്സ്, പേരൻസ്, അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 3 ആങ്കേഴ്സ് ഇവിടെ വന്ന് ഓരോരുത്തരുടെ പേര് പറഞ്ഞു. വളരെ ഒരു നല്ല ക്ലാപ്പ് കൊടുക്കണം അവർക്ക്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അത് കാണിച്ചപ്പോൾ നല്ല ക്ലാപ്പ് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് കൈപോലും കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ആ കഴിവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഈ കുഞ്ഞു പ്രായത്തിൽ ഇവർ ഇത്രയും കാണിച്ചത് അവരെ അതിന് പ്രാപ്തരാക്കിയ ടീച്ചേഴ്സ്, അതേപോലെ പേരൻറ് അവരെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. കാരണം സാധാരണ കുഞ്ഞുങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ നമ്മളൊക്കെ വീടുകളിൽ പറയുമ്പോൾ അവരെ ഓരോന്ന് ചെയ്യാൻ പറയുമ്പോൾ പല കുഞ്ഞുങ്ങൾക്ക് ഇത് പറ്റില്ല. എനിക്ക് മടിയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ഇതനുസരിച്ച് സൺഡേ സ്കൂളിൽ പോയി കുറേ കാര്യങ്ങൾ പഠിച്ചു, അത് വേദവാക്യം പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളിലേക്ക് അവരെ മുഖ്യധാരയിൽ എത്തിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ അത് ചിട്ടയും ചന്തോചിതമായി ചെയ്യിക്കാൻ അതിൻ്റെ അധ്യാപകരെ ഞാൻ പ്രശംസിക്കുന്നു. ഇത് അവർക്ക് 1-2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ മൊബൈലിൻ്റെ മൊത്തം കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ നമുക്ക് ഓരോ ആപ്പ് കൊണ്ട് പറഞ്ഞു തരും, ഇന്നതാണ്. മൊബൈലിൻ്റെ ഉപയോഗം നല്ലതാണ്, എങ്കിലും മുമ്പേ സിസ്റ്റർ പറഞ്ഞ പോലെ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എങ്കിൽ മാതാപിതാക്കൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞു. നല്ലൊരു കേൾവിക്കാരായിരിക്കണം മാതാപിതാക്കൾ. അവരെ കേട്ടേ പറ്റത്തുള്ളൂ. അവർ സങ്കടങ്ങൾ അവരെ സ്കൂളിൽ പോയി വരുമ്പം അവരെ ഒരു 10 മിനിറ്റ് കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു ശ്രദ്ധയെ നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ പേരൻസ് നമ്മൾ കണ്ടു. തൊട്ടടുത്ത വീട്ടിലെ 2 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടു. ഇന്നലെ അത് പോയി കണ്ടിട്ട് സത്യം പറഞ്ഞ് ഇന്നലത്തെ രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റും. കാരണം നമ്മൾ അശ്രദ്ധയാണോ അല്ലേ എന്താണെന്ന് പറഞ്ഞു. നമുക്ക് ഉച്ച കഴിയുമ്പോൾ ഒരു ഉറക്കം വരും. അതിനെ നമ്മളതിനെ അശ്രദ്ധയെന്ന് പറയുന്നില്ല, എങ്കിലും ആ സമയത്തെ ഒരു ദോഷം കൊണ്ട് ആ കൊച്ചു കുഞ്ഞിൻ്റെ ജീവൻ പോവുകയുണ്ടായി. 2 വയസ്സുള്ള ഒരു കുഞ്ഞ് നമ്മൾ പേപ്പറിനകത്ത് കണ്ടു, വെള്ളത്തിൽ വീണ് മരിച്ചത്. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട് കണ്ടിട്ട് ആ വീട്ടിലെ വല്യപ്പച്ചനോടൊക്കെ സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, ഈ വീട് നിറഞ്ഞു നിൽക്കിയ ഒരു മകനായിരുന്നു. 2 വയസ്സേ ഉള്ളെങ്കിലും ആ മകൻ ആ വീട് മൊത്തം നിറഞ്ഞു നിന്ന് വളരെ സന്തോഷത്തോടുകൂടിയാണ് പിതാവ് പറഞ്ഞത്, ഞങ്ങളുടെയൊക്കെ പൊന്നോമനയായ ഒരു കുഞ്ഞായിരുന്നു ഈ കിടക്കുന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ചെയ്യുമ്പോൾ തലേ ദിവസം കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കണ്ടായില്ലേ എങ്ങനെ ഇവരത് കണ്ടുകൊണ്ട് അവിടെ കൊണ്ടുവന്നുള്ളൊരു മാനസികാവസ്ഥ. നമുക്ക് പോയി കണ്ടിട്ട് പോലെ ചെയ്യാം, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ അവർ ചിട്ടയോടും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട 1-2 കാര്യങ്ങൾ. 1, മൂത്തവരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം. 2, നമ്മുടെ വീടുകളിൽ ഒന്നും ഇപ്പോൾ ഇല്ലാത്തൊരു കാര്യം. പല ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്. ഞാനിപ്പോൾ 21ാമത്തെ വർഷമാണ്. 3-ാം പ്രാവശ്യം ദേവസ്വം നോക്കിയാണ് പല വീടുകളിൽ ചെല്ലുമ്പോൾ ഈ പ്രായമുള്ളവരെ വരുമ്പോൾ ഒന്ന് എഴുന്നേൽക്കാനുള്ള അത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പറയും ചൊട്ടയിലെ ശീലം ചുടലകളില്ല. അത് പറഞ്ഞ് അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിലും ഞാനൊക്കെ പലപ്പോഴും ഓർക്കാറുണ്ട്. ചില വീടുകളിലൊക്കെ ചെന്ന് മാതാപിതാക്കളോട് ചോദിച്ച കുഞ്ഞുങ്ങളെന്തെങ്കിലും ചോദിച്ചാൽ പറയും ഒത്തി മുകളിലാണ് അല്ലെങ്കിൽ മൊബൈലിലാണ്. ഈ അവസ്ഥ ആയി തുടങ്ങി കാലത്തിൽ. അതെല്ലാം ഇവിടെ ഇരിക്കുന്ന പേരൻസ് അത് മാറ്റാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ കരുതുവാനും നമ്മൾ കണ്ടു. 2018 നമ്മൾ കണ്ടു മാതാപിതാക്കൾ ചുറ്റുവട്ടത്തുള്ളവരും എല്ലാവരും കൂടെ. ഞങ്ങളാണെങ്കിൽ ഇവിടെ അലിമാമയ്ക്കൊക്കെ അറിയാം, അമ്മയൊക്കെ ഫുഡ് കൊടുക്കാണ്ട് കുറേ പേര് ഈ
എക്സൈസ് ഓഫീസിൽ ഞാനൊരു ഫുൾ ടൈം ഉണ്ടായിരുന്നു. അന്നത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി വന്ന് നിന്നവർ, ഏറ്റവും കൂടുതൽ സാമ്പത്തികമുള്ളവർ. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരിക്കലും അവരുടെ ആഹാരം വേസ്റ്റാക്കാൻ സമ്മതിക്കും. അവർക്ക് വേണ്ടിയ സാധനങ്ങൾ മാത്രം കൊടുത്ത്, നമ്മളെല്ലാം എന്താ ഇഷ്ടംപോലെ കൊടുത്ത് സ്കൂളിലോട്ട് വിടും. അവർ സ്കൂളിൽ ചെല്ലുമ്പോൾ കഴിക്കത്തില്ല. ടീച്ചേഴ്സ് പറയുമ്പം ഇത് പേടിച്ച് കുറച്ച് കഴിക്കും. ആഹാരം അന്നം വെറുതെ കളയാനുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കരുത്. നല്ല ശീലങ്ങളിൽ വളർത്തണം. നല്ല ഭാവിയുള്ള കുഞ്ഞുങ്ങളായിട്ട്, നല്ല കഴിവുള്ള ഈ യുഗത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം നല്ല കഴിവുള്ള കുഞ്ഞുങ്ങളാണ്. നല്ല ഭാവി അവർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട്. നഗരസഭയിൽ ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഞാനൊക്കെ പറഞ്ഞേക്ക് പോകാം. നമ്മുടെ വേസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ അവരെ ചുറ്റുവട്ടത്തും ഈ സ്കൂളിലാണേലും എവിടെയാണേലും ഒരു മുട്ടായി ആരെങ്കിലും കൊടുത്താൽ തന്നെ ആ കടലാസ് നമ്മൾ ചുരുട്ടി, ഞങ്ങളൊക്കെ പറയും അത് ബാഗിൽ തന്നെ ഇട്ടുകൊണ്ട് പോകണം. അത് വേസ്റ്റ് എവിടെയാണോ വെക്കേണ്ടത് അത് ആ രൂപത്തിൽ തന്നെ. പ്ലാസ്റ്റിക്കിനെ കഴിവതും ഉപയോഗിക്കാതിരിക്കാൻ നോക്കണം. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുത്തു വിടുമ്പോൾ അതൊരു സ്റ്റീൽ ബോട്ടിൽ തന്നെ ആകണമെന്നുള്ളൊരു റിക്വസ്റ്റ് കൂടെ എൻ്റെ ഉണ്ട്. ഞാനത് പറയാൻ കാരണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ അത് ചൂടെടുക്കുമ്പോൾ ചൂടിൻ്റെ ആ അംശം കൊണ്ട് നമുക്ക് പല രോഗങ്ങളും വരുന്നുണ്ട്. അതിനുള്ള ഒരു മാറ്റം നിങ്ങളുണ്ടാകണം. സ്റ്റീൽ പാത്രത്തിൽ തന്നെ അവർക്ക് വെള്ളം കൊടുക്കാനും ടിഫിൻ കൊടുക്കാനും സ്റ്റീൽ പാത്രം തന്നെ ഉപയോഗിക്കാനായിട്ട് മാതാപിതാക്കൾ നോക്കണം. നല്ല കുഞ്ഞുങ്ങളായി വളർത്തണം. അവരുടെ ഭാവി കണ്ട് സന്തോഷിക്കാൻ അവരതേപോലെ തന്നെ ചുറ്റുവട്ടത്തെ സമൂഹത്തെ മുമ്പേ ശിശു പറഞ്ഞ പോലെ പുറത്തിറങ്ങി കളിച്ച് അവരെ കൊണ്ട് ചെടി നടിപ്പിക്കാനും അതൊന്നും നമ്മൾ പണ്ട് മണ്ണിൻ്റെ അകത്ത് തൊടുമ്പോൾ നമ്മളിപ്പോൾ പേരൻസ് കുഞ്ഞുങ്ങൾ മണ്ണിലിറങ്ങുമ്പോൾ ഉടനെ പറയുന്നതാണ് കയ്യിൽ അഴുക്ക് പറ്റും, മണ്ണിൻ്റെ അകത്ത് ഇറങ്ങി. അതൊക്കെ മാറി നമ്മൾ കാണും. ഈ റോഡിലൊക്കെ ആണെങ്കിൽ പൈപ്പിൻ്റെ കുഴി എടുക്കുന്ന ബംഗാളികളുടെ മക്കൾ അവരെങ്ങനെയാണ് പ്രതിരോധ ശക്തി അവർക്ക് കൂടുതൽ കിട്ടുക ഈ മണ്ണിൻ്റെ അകത്ത് ഇതൊക്കെ തരും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വെയിൽ കൊള്ളല്, മഴ കൊള്ളല്. പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് എനിക്ക് തോന്നുന്നു മഴയത്തും വെയിലത്തും ഓടി കളിച്ച്. പണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ വെളുപ്പിനെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലോലോലിക്ക, പുളി, മാങ്ങ ഏതൊക്കെ ഇതേപോലുള്ള ഇതിലുണ്ടെങ്കിൽ അതെല്ലാം കഴിച്ചു. ഇന്ന് എന്തെങ്കിലും തൊട്ടാലുണ്ടെങ്കിൽ കുട്ടികൾക്കും അത് വെറുതെ കഴിച്ചാൽ രോഗങ്ങളാണ്. എന്തുകൊണ്ടാണ്? പ്രതിരോധ ശക്തി അവർക്ക് കുറവാണ്. നമ്മളെല്ലാം ഈ ഫീഡിങ്ങിലോട്ട് പോയിക്കൊണ്ടിരുന്ന് കുട്ടികളെ അത് മാത്രം പഠിപ്പിച്ച് ഇപ്പൊ കപ്പയൊക്കെ കണ്ടിട്ട് പിള്ളേർക്ക് വേണ്ട. കപ്പ, ചക്ക ഇതൊക്കെ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള മാറ്റം, പ്രകൃതിയിലുള്ള സാധനങ്ങൾ മൊത്തം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ വീടുകളിലുണ്ടാകുന്ന ഭക്ഷണം ഉണ്ടാക്കി മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഈ ടിഫിൻ മേടിക്കുന്ന നമ്മൾ ലേസൊക്കെ ഒന്ന് മേടിച്ചാൽ അത് പ്ലാസ്റ്റിക് കോട്ടിങ് അതിനകത്തുണ്ട്. ഒന്ന് മെഴുകുതിരിയുടെ അടിച്ചുകൊണ്ട് ചെന്നാൽ നമുക്കത് കാണാൻ പറ്റും. പ്ലാസ്റ്റിക് കോട്ടിങ്ങാണ്. അതിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും നിങ്ങൾ കുറയ്ക്കണം. വരും തലമുറ ഭാവി വാഗ്ദാനങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ നിരീക്ഷിക്കാൻ ഇതേപോലുള്ള മേടിച്ചുള്ള ഫുഡുകൾ കൊടുക്കാതെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം അവരെ ആഹാരം കഴിപ്പിക്കാനുള്ള ശീലങ്ങളും നിങ്ങൾ പഠിപ്പിക്കണം. നല്ല കുഞ്ഞുങ്ങളായിട്ട് വരുവാൻ, നല്ല ഭാവി കണ്ട് വളരാൻ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അതിലൊക്കെ ഉപരി നല്ല പൊസിഷനിലെത്തുവാൻ നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഒരു നല്ല മനുഷ്യനായി, നല്ല ഒരു പുരുഷൻ അല്ലെങ്കിൽ നല്ല സ്ത്രീയായിട്ട് വളരാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരെ വലുതാക്കണമെന്നും നല്ല പ്രാർത്ഥനയോടുകൂടി കുഞ്ഞുങ്ങളും സ്കൂളിൽ വരുമ്പോൾ പ്രാർത്ഥിച്ചിറങ്ങാനും മാതാപിതാക്കളും അതുപോലെ തന്നെ അവരെ സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ നന്മകളും ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. Thank you, ma'am, for your valuable words. Next is an English action song by Jivan Lady Jijo of Class 2B. She achieved first grade in Sub-District Kalotsavam 2025. Good afternoon, everyone. Today, I am going to do an action song, Proud of You. Love in your eyes, sitting silence by my side, going on, holding hands, walking through the night. Hold me up, hold me tight, lift me up to touch the sky, teaching me to love with heart, helping me
become who we are. We are truly grateful to our teachers for accepting our invitation and placing this occasion into your presence. Your valuable wisdom inspired each one of us and added great honor to today's celebration. Our heartfelt thanks also go to our parents for trusting this institution and standing with us throughout our journey. Your support motivates us to strive excellence every day. Finally, we thank each one of you present here today. Your presence made this day truly memorable. Once again, thank you all for making our annual day a grand success. Thank you. One of the most meaningful moments of our annual day celebration is the recognition of merit and achievement. Success is not merely a result of talent, but of dedication and discipline. To recognize and reward academic excellence, the school proudly announces the Proficiency Prize 2025. I request our honorable guest, Reverend Sister Pushpa SIC, to kindly come forward and present the Proficiency Prize to the students. Sister, please. KGA, Amaya S. B. Kohli Mondal. UKGA, Dhruvika C. Parents, please give them a big round of applause. UKGB, Nia Sara Jijo. 1A, Aisha Tajuddin. 1B, Amaya Arun. 2A, Ayan Anthony. 2B, Jewel Mary Jijo. 3A, Pujita M. Nair. 3B, Prayag SR. 4A, Angel Diasulu. 4B, Chinmay Rajesh. Thank you, sister. Kalotsavam is a celebration of talents and joyful expression of our young students. In recognition of their active participation and remarkable performance, the Kalotsavam prizes are awarded. Now, I cordially invite Advocate Shobha Workis to grace the stage and present the Kalotsavam prizes to our meritorious students. Ma'am, please. The winners are Jewel Mary Jijo, first A grade for Abhinay Ganam English. Aisha Tajuddin got third A grade for Abhinay Ganam Malayalam and A grade for Katha Kadalam. Howla Hashim, A grade, Padyam Charan. Arabic Padyam Charan. Harshika R, A grade for Chitra Rachana Pencil. Chinmay Rajesh, A grade for Chitra Rachana Jalachaya. Muhammad Farhan, A grade for Mapalapata.
got A grade for Mono Act, A grade for Padyam Cholal Kannada, and A grade for Padyam Cholal English. Thank you. Now we proudly commence the prize distribution of the Mada Talent Examination, in which most of our students achieved A+ and A grade. Notably, 17 students secured the highest mark in the examination and were awarded cash prize. I request Reverend Sister Atmaja SIC to grace the stage to honor our winners. Sister, please. LKG session, Adam Tom Ebi. Adine B. Dear parents and students, please give them a big round of applause. Eva Elsa Shibu. And we are Jobin. Hanom John Denny. UKG section award winners are Vaika Vinod, Alba Bijoy, Ritika J, Naina Ajit, Divya Krishna R, Nia Sara Jijo, Class 1 Tirtha Vinesh, Amaya Arun, Swatika A, Class 2 Jewel Mary Jijo, Class 3 Dan Matthew Georgie, Class 4 Angel Diasilu, Thank you, sister. Next category is Deepika Coloring Competition. I request Mr. Shobhi Chervatu to kindly come forward and present the prizes to our winners. First prize, Anadev PK, LKGB. KG section
section A grade, Devananda Anish 3A. On behalf of Children's Day celebration, Wise Men Club Chenganur conducted competition and our children participated and achieved prizes. The winners are Angel Dia Sinu, first prize memory test. Gabi Sally Georgie, second prize, storytelling Malayalam. Nia Sarah Jijo, third prize, knowing animals. Pujita M. Nair, third prize, recitation Malayalam.